All right. Good morning, everyone. Thank you so much for joining today's session. ഇന്നത്തെ സെഷൻ ജോയിൻ ചെയ്തത് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഓൾറെഡി എത്ര മണിക്കാണ് നിങ്ങൾ ഇന്ന് വേക്കപ്പ് ചെയ്തത്? ആ ടൈം ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ഔട്ട്. ദാറ്റ്സ് എ ലിറ്റിൽ അച്ചീവ്മെൻറ്റ് യു ഹാവ് ഫോർ ടുഡേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഡിഡ് യു എൻജോയ്? ഡിഡ് യു ക്രിയേറ്റ് യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തോ? യെസ്, താങ്ക് യു. 4:45. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. 5 AM അല്ലേ? അപ്പം ക്രിയേറ്റ് ചെയ്തു അല്ലേ? നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചർ. ബിക്കോസ് ദാറ്റ്സ് വേർ എവറിത്തിങ് ഈസ് അല്ലേ? നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അപ്പം അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നിടത്ത് ആ ക്ലാരിറ്റി നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് പോകും. ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 6 പോയിന്റ്സ് ഉണ്ടായിരുന്നു. 6ഓളം പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ആ പോയിന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓടിച്ചു പോകാം. അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ആണ്. ആർക്കൊക്കെ പറയാൻ പറ്റും? ഫസ്റ്റ് ചാലഞ്ച് എന്താണ്? നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഹു ഈസ് റെഡി ടു ടെൽ മീ? ഫസ്റ്റ് ചാലഞ്ച് എന്താണ്? പറയാൻ പറ്റുമോ? ഇസ് ദർ എനിവൺ? നമ്മൾ നോട്ട്സ് എഴുതി എടുത്തിട്ടുള്ളവർക്ക് പറയാൻ പറ്റും. നമ്മുടെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. ബിക്കോസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ആർക്കാ പറയാൻ പറ്റുക? യു ക്യാൻ ടെൽ മീ ദ ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, ഞാൻ അലോ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാനുള്ള അലോ ചെയ്യാം, ഓപ്ഷൻ അലോ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യാൻ അലോ ചെയ്തു. ഇനി നിങ്ങൾക്ക് പറയാവുന്നതാണ്. ജസ്റ്റ് ടെൽ മീ, വാട്ട് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്? ലാക്ക് ഓഫ് ക്ലാരിറ്റി. സക്കിയ പറയുന്നു ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. അതായത് ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. വെരി ഗുഡ്. വേറെ അടുത്ത സെക്കൻഡ് പോയിന്റ് എന്താണ്? ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം. സെക്കൻഡ് പോയിന്റ് ഏതാണ്? ലാക്ക് ഓഫ് ക്ലാരിറ്റി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ് പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ കേട്ടോ, പ്രോപ്പറായിട്ട്. അതായത് പ്രോക്രാസ്റ്റിനേഷൻ അല്ലേ? ലാക്ക് ഓഫ് ക്ലാരിറ്റി. അത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോബ്ലം എന്താണ്? പലരുടെയും മറ്റൊരു പ്രശ്നമാണെന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെന്താ ചെയ്യേണ്ടത്? ക്ലാരിറ്റിക്ക് വേണ്ടി ഡിഫൈൻ യുവർ ഗോൾ അല്ലേ? ഗോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടാവുന്നിടത്ത്. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടി വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് വി ഡു? എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതിനെ പറ്റിയുള്ള ക്ലാരിറ്റി എന്താണ്? സ്മോളർ ടാസ്കുകളായിട്ട് ബ്രേക്ക് ചെയ്യണം. ടാസ്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്ക് വരുന്നില്ല. ടാസ്കുകൾ നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോളർ ടാസ്കുകളായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരണം. ആൻഡ് ദാറ്റ്സ് വാട്ട് വി ഹാവ് ലേൺഡ്. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? നമ്മുടെ കോമൺ ടാസ്ക് അല്ലെ, കോമൺ ചാലഞ്ചസ് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ചലഞ്ച് ലാക്ക് ഓഫ് ക്ലാരിറ്റി. ലാക്ക് ഓഫ് ക്ലാരിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഡിഫൈനിങ് ക്ലിയർ ആക്ഷനബിൾ ഗോൾസ് ലീഡ്സ് ടു കൺഫ്യൂഷൻ, ലാക്ക് ഓഫ് ഡയറക്ഷൻ. ഇതില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കൺഫ്യൂഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഡിറക്ഷൻ ഉണ്ടാവും. ഇതാ പറഞ്ഞിരുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്യൂ കേട്ടോ പ്ലീസ്. നിങ്ങൾ വെറുതെ ചുമ്മാ മനസ്സാ പ്ലീസ്. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റി പറഞ്ഞില്ലേ? പിന്നെ എന്താ പ്രശ്നം പറഞ്ഞത്? ഇതിനെന്താ ചെയ്യേണ്ടത്? സ്മാർട്ട് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ഗോളുകൾ സെറ്റ് ചെയ്യുക. ബ്രേക്ക് ഗോൾസ് ഇൻടു സ്മോളർ ആക്ഷണബിൾ സ്റ്റെപ്സ്. ചെറിയ ചെറിയ ഗോളുകളാക്കി മാറ്റുക. നെക്സ്റ്റ് എന്താ? പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സംഭവം. പുട്ടിംഗ് ഓഫ് ടാസ്ക് ഡ്യൂ ടു ഫിയർ ഓഫ് ഫെയിലിയർ. പരാജയപ്പെടുക എന്നുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് മോട്ടിവേഷന്റെ കുറവിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാസ്കുകൾ നീട്ടിവെക്കുന്നു. ആൻഡ് സൊല്യൂഷൻ എന്താണ്? ബ്രേക്ക് ടാസ്ക് ഇൻടു സ്മോളർ ഓർ ലെസ് ഇന്റിമിഡേറ്റിംഗ് ആക്ഷൻസ്. നമ്മളൊരു ഓവർവെൽമിങ് എക്സ്പീരിയൻസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നുള്ളതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റിവെക്കുക. ആൻഡ് ദെൻ അപ്ലൈ 5 minutes റൂൾ അല്ലേ? ഒരു 5 minute റൂൾ അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെ അക്കൗണ്ടബിൾ ആയിട്ട്
വെക്കുക. ഒരാളുടെ മുൻപിൽ നമ്മളിത് പ്രസന്റ് ചെയ്യണം, ഈ ഇത്രയും വർക്കുകൾ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുക എന്നുള്ളൊരു ഭയം ഉണ്ടാകും. ഇതാണ് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ നീട്ടി വെക്കാനുള്ള കാരണമാകുന്നത്. പക്ഷെ ഈ ഫിയർ ഓഫ് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുക പോലുമില്ല. അപ്പൊ അങ്ങനെയുള്ളതുണ്ടാവും. ഫിയർ ഓഫ് നോട്ട് സക്സീഡിങ് ക്യാൻ കോസ് സെൽഫ് ഡൗട്ട് ആൻഡ് അവോയ്ഡൻസ്. പലപ്പോഴും പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവാകാൻ കാരണമാകും. നമുക്ക് പേടിയായിരിക്കും നമ്മൾ ചെയ്താൽ വിജയിക്കുക. അതിനു മുൻപ് പരാജയപ്പെട്ടിട്ടുണ്ടാവും, പഴയ പരാജയങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള സംഗതികൾ ഇതൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും. സോറോ ഓക്കെ. ദെൻ സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ വരുന്നത് റീഫ്രെയിം ഫെയിലിയർ ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മൾ എന്ത് ചെയ്യണം? ലേണിംഗ് എക്സ്പീരിയൻസുകൾ നമ്മൾ ഫെയിലിയറിനെ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എന്ത് ചെയ്യണം? റീഫ്രെയിം ചെയ്യണം. ദെൻ ഫോക്കസ് ഓൺ പ്രോഗ്രസ് ഓവർ പെർഫെക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യാതെ എന്താണോ നമുക്ക് ചെറിയ പ്രോഗ്രസ് ആണെങ്കിലും അതിലേക്ക് നോക്കുക. ആൻഡ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ചെറിയ വിജയങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ആഘോഷിക്കുക. പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ ആൻഡ് ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ് വിത്ത് പോസിറ്റീവ് അഫർമേഷൻസ്. എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിന് നമ്മൾ ചലഞ്ച് ചെയ്യാം, പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുത്തുകൊണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചലഞ്ച് ചെയ്യണം. ചെയ്യാൻ പറ്റും, ചെയ്ത് കാണിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? ചലഞ്ച് ചെയ്യാം. ദെൻ സെൽഫ് കമ്പാഷൻ വേണം. ഇറ്റ്സ് ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല, പേടിയൊക്കെ വരുന്നത് സാധാരണമാണ്. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, യു വിൽ ബി ഫൈൻ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക കൂടെ ചെയ്യും. നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പോയിന്റ് നമ്മൾ പഠിച്ച ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി അല്ലേ, തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത പ്രശ്നം. സോ ഒരു റുട്ടീനോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റോ ഗോളുകളോ കാണിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക പ്രോബ്ലം എന്ന് പറയുന്നത് ഗോൾ എവിടേക്കും എത്തില്ല എന്നുള്ളതാണ്. ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. സോ ക്രിയേറ്റ് എ ഡെയിലി ഓർ വീക്ക്ലി റുട്ടീൻ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. കറക്റ്റായിട്ട് ഒരു റുട്ടീൻ ഉണ്ടാക്കണം. റുട്ടീൻ ഇല്ലാത്തവർക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഒരു സിസ്റ്റം ഉണ്ടാവണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. സോ ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള റുട്ടീൻ സെറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? അത് പ്രകാരം കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ആയിട്ടുള്ള അച്ചീവബിൾ ആയിട്ടുള്ള മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്യാം. എന്നിട്ട് അത് അച്ചീവ് ചെയ്ത് പോവാം. ഓക്കെ, വെരി ഗുഡ്. 5 എന്താണ്? ഓവർവെൽം ആൻഡ് സ്ട്രെസ്. നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ഓവർവെൽം ആൻഡ് സ്ട്രെസ്, നമ്മൾ ഓവറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നുള്ളത് ആലോചിച്ച് സ്ട്രെസ്സായിട്ട് വരും. അങ്ങനെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ ലാർജ് ഓർ കോംപ്ലക്സ് ഗോൾസ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബീങ് ഓവർവെൽംഡ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യും? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥ വരുമ്പോൾ അത് സ്ട്രെസ്സിലേക്ക് നയിക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പിസം ഡെവലപ്പ് ചെയ്യും. നേരത്തെ പറഞ്ഞ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസിയിലേക്കും പ്രൊക്കാസ്റ്റിനേഷനിലേക്കും ഒക്കെ അത് നയിക്കും. ഫിയർ ഓഫ് ഫെയിലിയറിലേക്കൊക്കെ അത് നയിക്കും. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇതേപോലെ തന്നെയാണ് പറയുന്നത്. സ്മോൾ ഗോൾസിലേക്ക് എന്ത് ചെയ്യണം? ചെറുതാക്കണം. പിന്നെ മാനേജബിൾ ടാസ്ക് ആയിക്കൊണ്ടുവരണം. ദെൻ എയ്സൻഹോവർ മെട്രിക്സ് എന്ന് പറയുന്ന ഇത് അപ്ലൈ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. കഴിഞ്ഞ സെഷൻ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്യാം. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ഓർ സ്ട്രെസ് മാനേജ്മെന്റ്. ലൈക്ക് മൈൻഡ്ഫുൾനെസ്സും സ്ട്രെസ് മാനേജ്മെന്റും ടെക്നിക്സുകളും നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്റ്റേ കാം ആൻഡ് ഫോക്കസ്ഡ്. നെക്സ്റ്റ് എന്താണ്? നെഗറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് ലിമിറ്റിംഗ് ബിലീഫ്സ്. അടുത്തൊരു വലിയൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നെഗറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ആൻഡ് ലിമിറ്റിംഗ് ബിലീഫുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഇന്റേണൽ ഡയലോഗ്സ് ഉണ്ട്. അത് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ പറഞ്ഞിരുന്നു. ആ ഇന്റേണൽ ഡയലോഗ്സ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്ന കാര്യം. ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരിക്കലും നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. സൊല്യൂഷൻ എന്താണ്? പ്രാക്ടീസ് കോഗ്നിറ്റീവ് റീഫ്രെയിം ബൈ റീപ്ലേസിംഗ് നെഗറ്റീവ് തോട്ട്സ് വിത്ത് എംപവറിംഗ് വേർഡ്സ്. നെഗറ്റീവായ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവ് ചിന്തകളെ, അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു, ചലഞ്ചിങ് ചിന്തകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചേഞ്ച് ചെയ്യണം. ആൻഡ് ചലഞ്ച് ലിമിറ്റിംഗ് ബിലീഫ്സ് വിത്ത് എവിഡൻസ് ഓഫ് പാസ്റ്റ് സക്സസ് ഓർ പോസിറ്റീവ് ഇൻഫർമേഷൻ. ഇത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ 6ാമത്തെ പോയിന്റ് നമ്മൾ എത്ര കണ്ട് പറഞ്ഞിരുന്നു? ഓർമ്മയുണ്ടോ? പറഞ്ഞിരുന്നോ? അതോ ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? 5 പോയിന്റ് ആണോ പറഞ്ഞത്? 6 പോയിന്റ് ആണോ പറഞ്ഞത്? ഹു ക്യാൻ ഹെൽപ്പ് മീ? 6ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നോ? 7ാമത്തെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. 7ാമത്തെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ലാക്ക് ഓഫ് സപ്പോർട്ട് ഓർ അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ശരി. ഓൾറൈറ്റ്. അപ്പോൾ 5ാമത്തെ പോയിന്റ് 6ാമത്തെ പോയിന്റും പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 7ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ 7ാമത്തെ പോയിന്റ് വരുന്നത് ലാക്ക് ഓഫ് സപ്പോർട്ട് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഫീലിംഗ് ഐസൊലേറ്റഡ് വിത്ത് എ സപ്പോർട്ട് സിസ്റ്റം ഓർ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ, നമുക്ക് ആരും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ്. ഈ ഫീലിംഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒരു
ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ലേ? ഓക്കെ, അതുകൊണ്ട് എന്താണ് സൊല്യൂഷൻ? എന്താണ്? ഫൈൻഡ് ആൻ അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഓർ ജോയിൻ എ ഗ്രൂപ്പ് വിത്ത് സിമിലർ ഗോൾസ്. നമ്മളുടെ 5am ക്ലബിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇതിലൂടെയുള്ള ഒരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഷെയർ യുവർ ഗോൾസ് പബ്ലിക്ലി വിത്ത് എ മെന്റർ ഓർ ഇൻക്രീസ് കമ്മിറ്റ്മെന്റ്. യെസ്, അതായത് നമ്മുടെ ഗോൾസ് മെന്ററുമായിട്ടോ അല്ലെങ്കിൽ വേറൊരു ടീമുമായിട്ട് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ടു ഇൻക്രീസ് കമ്മിറ്റ്മെന്റ് ആൻഡ് സീക്ക് പ്രൊഫഷണൽ കോച്ചിങ് ഓർ മെന്ററിങ് ഫോർ അഡീഷണൽ ഗൈഡൻസ്. എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇനി പി പറഞ്ഞതിൽ ഏതെങ്കിലും പാർട്ട് കുറച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചതാണ്, പറയേണ്ടതുണ്ടോ? ഇതിൽ പങ്കെടുത്തുള്ള ആൾക്കാർക്ക് അറിയാം. സോ യു ടെൽ മീ. പറയേണ്ടതുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് പറയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചതാണ്. ഓക്കെ, ബിൻസി ചോദിക്കുന്നു സൗണ്ട് പ്രോബ്ലം ഉണ്ടോ? എനിക്ക് മാത്രമാണ് ചോദിക്കുന്നു. സൗണ്ട് പ്രോബ്ലം ഉണ്ടോ? പ്ലീസ് ടെൽ മീ. എവറിത്തിങ് ഇസ് ഫൈൻ? ഓക്കെ, ഏതെങ്കിലും പഠിപ്പിക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും പറയേണ്ടതുണ്ടോ? ഈ 7 സെഷനിൽ 5th പോയിന്റ് പറയണമെന്ന് പറയുന്നു വർഗീസ് സാർ. 5th പോയിന്റ്, വാട്ട് ഈസ് 5th പോയിന്റ്? ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. ഓവർവെൽമെന്റ് സ്ട്രെസ്. ഓക്കെ, ജസ്റ്റ് പറയാം. നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് ആലോചിച്ച് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് വരും. കോംപ്ലക്സിറ്റി, ഒരുപാട് സങ്കീർണത നമുക്ക് സ്ട്രെസ് വരും. കഴിഞ്ഞ സെഷനും ഇന്നലെയും നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈൻഡിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കമ്പാർട്ട്മെന്റുകളാക്കിയിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ലോജിക്കൽ മൈൻഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യും. സൊല്യൂഷൻ അതാണ് പറയുന്നത്. എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് എഴുതി വെക്കുക. റൈറ്റ് ഡൗൺ. മോർ മാനേജബിൾ ടാസ്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ചെറിയ ടാസ്കുകളാക്കിയിട്ട് എഴുതി വെക്കുക. ശരിക്കും ഐ തിങ്ക് 5ാമത്തെ സെഷനാണ് തോന്നുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ആ ഒരു 5ാമത്തെ സെഷൻ തന്നെ ശരിക്കും ഒരൊറ്റ സെഷനായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വെച്ചാൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. യൂട്യൂബിൽ ഉണ്ടാവും അതിൻ്റെ റെക്കോർഡ്. നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടാവും. പ്രയോറിറ്റൈസ് ടാസ്ക് യൂസിങ് എ സിസ്റ്റം ലൈക്ക് ഐസൻഹോവർ മെട്രിക്സ്. ഐസൻഹോവർ മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. ആ മെട്രിക്സ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അർജന്റ് വേഴ്സസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് 4 ടൈപ്പ് ടാസ്കുകൾ ഉണ്ടാകും. ഒന്ന് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ടത്, അത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. വേറെ ഉള്ളത് അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചെയ്യേണ്ടതല്ല, അർജന്റ് ആണ്, വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി, അതും നമ്മൾ ചെയ്യാം. അത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഞാൻ ചെയ്യാം. അർജന്റ് ആണ് പക്ഷെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യേണ്ടതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വേറൊരാൾക്ക് അത് ഡെലിഗേറ്റ് ചെയ്യാം, വേറൊരാൾക്ക് അത് ചെയ്യിപ്പിക്കാം. അടുത്ത എന്താണ്? നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടൻ്റ്. ഞാൻ ചെയ്യേണ്ടതാണ് പക്ഷെ ഇപ്പം ചെയ്യേണ്ടതല്ല. അങ്ങനെയുള്ള ടാസ്കുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വേറെ ദിവസത്തേക്ക് എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്തും നീട്ടി വയ്ക്കുക. വട്ട് യു ക്യാൻ ഡു നൗ, ഇപ്പം അതിന് വേണ്ടി പ്ലാൻ ചെയ്യാനേ പറ്റുള്ളൂ. വേറൊരു ടാസ്ക് ഏതാണ്? നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ്. അർജന്റും അല്ല, ഇമ്പോർട്ടൻറ്റും അല്ല, അത് ഡിലീറ്റ് ചെയ്യുക. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എഴുതിയ സംഗതികളോ വേണ്ട. അത്തരത്തിലുള്ള ടാസ്കുകൾ നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ അവോയ്ഡ് ചെയ്യും. നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് ആ ഒരു മെത്തേഡ്. മെട്രിക്സ്, ഐസൻഹോവർ മെട്രിക്സ് എന്ന് പറയും. ഇതൊക്കെ അതിൽ നമ്മൾ ആ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ഓർ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്ക്. മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യും. എനിവേ, ഇനി നമ്മൾ 7th പോയിന്റ് പറഞ്ഞു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇംപേഷ്യൻസ്. ദിസ് ഈസ് ടുഡേസ് ടോപ്പിക്. ടുഡേസ് ടോപ്പിക് ഇസ് ഇംപേഷ്യൻസ്. ക്ഷമയില്ലായ്മ. ഇതുകൊണ്ടുള്ള ചാലഞ്ച് എന്താ? എക്സ്പെക്ടിങ് ക്വിക്ക് റിസൾട്ട് ആൻഡ് ഫീലിംഗ് ഡിസ്കറേജ്ഡ് വെൻ എന്താണ്? പ്രോഗ്രസ് ഇസ് സ്ലോ. അതായത് നമുക്ക് ക്വിക്ക് റിസൾട്ട് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഇതൊരു വലിയ പ്രോബ്ലമാണ്. എത്ര പേർക്കുണ്ട് ഈ പ്രശ്നം? യെസ്, എത്ര പേർക്ക് ഈ പ്രശ്നമുണ്ട്? നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി പലരുടെയും പ്രശ്നമാണ്. യെസ് പറഞ്ഞോ? അപ്പോൾ നിങ്ങൾ പറയും റിസൾട്ട് കിട്ടാത്തതുകൊണ്ടല്ലേ? ആക്ച്വലി അല്ല. ഈ ഒരു പരാതി എന്താ വെച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം നമ്മൾ കണ്ടെത്തണം. വി ഹാവ് ടു ബി റെസ്പോൺസിബിൾ. നമ്മുടെ റിസൾട്ട് കിട്ടാത്തതിന്റെ നമ്മുടെ കാരണം എന്താണ്? എന്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല? പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരട്ടെ. ബി ഹിയർ ഇൻ വീഡിയോ.
Can be here in video. നിങ്ങൾ വീഡിയോയിൽ വരും. Be here in video. So it's a coaching, right? സീരിയസ് ആയിട്ട് നിങ്ങൾ കോച്ചിങ് രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നിങ്ങൾ അതിനോടൊരു താല്പര്യം കാണിക്കണം, ഇതിനോട് സീരിയസ് ആവണം. നിങ്ങളെ ബെഡിൽ കിടന്നിട്ട് കേൾക്കുന്ന സ്വഭാവം നിർത്തണം. ഒരു ടേബിളിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് കേൾക്കുമ്പോൾ നിങ്ങളവിടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു എനർജിയാണ്. ഹായ് നസ്രീൻ. നസ്രീൻ അവിടെ ഉണ്ടായിരുന്നോ? താങ്ക് യു ഫോർ ടേണിംഗ് ഓൺ ദ ക്യാമറ, ബീയിങ് ഹിയർ. താങ്ക് യു നസ്രീൻ. യാ ഹായ്. മെഴുകുതിരി വെട്ടത്തിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ സവിത. താങ്ക് യു. Thank you for inspiring us. Okay. Thank you so much. Shabna, thank you. ഇനി ആരെങ്കിലും ഉണ്ടോ? വീഡിയോയിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു എനർജി ആയിരിക്കും. യെസ് സുബൈർ. മൈമുനത്ത് മാം, താങ്ക് യു സോ മച്ച്. പല സ്ഥലത്തും പവർ ഇല്ലേ, കറണ്ട് ഇല്ലേ? കറണ്ട് പോയോ? ഓക്കെ വെരി ഗുഡ്. റഷീദ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. സോ നമ്മളുടെ പ്രോബ്ലം റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പലർക്കും ഉണ്ടാവാറുണ്ട്. ക്യുക്ക് ആയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള ചിന്താഗതിയാണ്. നമുക്ക് ക്ഷമയില്ല. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമ്മൾ അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്താ, പണ്ടൊക്കെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ വലിയ ബ്രദർ എന്ത് കൃഷി ചെയ്താലും, പുള്ളിക്കാരൻ എന്ത് ചെടി കുഴിച്ചിട്ടാലും എന്ത് ചെയ്താലും എന്ത് ചെയ്യും, അത് നന്നായിട്ട് വളരുന്ന കാണാം. അപ്പൊ എനിക്കിത് ഭയങ്കര ക്യൂരിയസ് ആണ്. ഞാൻ ചെറിയ കുട്ടിയാണെന്ന്, പക്ഷെ എനിക്കെന്താ വെച്ചാൽ ഞാനിത് കൊണ്ടുപോയിട്ട് ഞാൻ ഇതേപോലെ എന്ത് ചെയ്യും, എന്തെങ്കിലും വിത്തോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, കൃഷി ചെയ്യും ചെറുതായിട്ട്. അപ്പൊ ഇത് മത്തന്റെ കുരുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുരുവൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് കാത്തിരിക്കുകയാണ്. ചെറിയ കുട്ടിയാണല്ലോ, ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ട്, വേറെ പണിയൊന്നുമില്ലല്ലോ, ഇത് കാത്തിരിക്കുക, ഇതിങ്ങനെ ഉണ്ടാവോ 2 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്യും, എല്ലാം തോണ്ടി നോക്കും. ഇത് കേട് വന്നിട്ടുണ്ടോ അതോ മുളക്കുന്നില്ലേ, എനിക്കറിയണം, എനിക്ക് ക്ഷമയില്ല. അത് മുളക്കുന്നതോടുകൂടി അതെന്തോടുകൂടി എന്ത് ചെയ്യും, അത് പിന്നെ വളരില്ല. ശരിയാണല്ലോ. ഈ സ്വഭാവമാണ് അധികം ആൾക്കാർക്കും അധികം ആൾക്കാർക്കും എന്താ വെച്ചാൽ ക്ഷമയില്ല. നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യും, പിന്നെയും പറിച്ചു നോക്കും. ഇതിന് വേര് പിടിച്ചിട്ടില്ല ഇല്ലയോ, ഇത് വളരുന്നുണ്ടോ ഇല്ലയോ, അത് പിടിച്ചു നോക്കുന്നതോട് കൂടി അത് നശിച്ചു. നമ്മളുടെ ഗോള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ചില ഗോളുകൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ ഒരിക്കലും ആ പ്രോസസ്സിനെ എന്ത് ചെയ്യരുത്, നമ്മുടെ ക്ഷമയില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആ പ്രോസസ്സിനെ ബ്രേക്ക് ചെയ്യരുത്. There is a process and progress is happening. Where there is a process is being followed, there will be progress. എവിടെയാണോ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകുന്നത് അവിടെ പ്രോഗ്രസ് ഉണ്ടാകും. യു ഹാവ് ടു ട്രസ്റ്റ്. ചിലപ്പോൾ ഞാനിപ്പോൾ കുറേ 7ഓളം കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. ആ 7ഓളം കാരണങ്ങളിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നത്. യെസ് ഓർ നോ? നിങ്ങളുടെ ഇതിലേതാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഞാനിപ്പോൾ 7 എണ്ണം പറഞ്ഞതിൽ ഇതിലേതാണ് നിങ്ങളുടെ പ്രശ്നമായി തോന്നിയത്? ഒന്ന് കമന്റ് ചെയ്ത്. കാരണം ഈ ഒരു കോച്ചിങ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. കാരണം എനിക്ക് ഉറപ്പാണ് ഉപകാരമുണ്ട്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. കാരണം അത്രയ്ക്കും ഡെപ്തിലുള്ള ഡീപ്പായിട്ടുള്ള കോച്ചിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വലിയൊരു ഷിഫ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. യെസ് ഓർ നോ? അതാണ് ഈ 7 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. യെസ്, എവിടെ നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്നു, നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ഏത് പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഈ 7 എണ്ണത്തിൽ ഏതൊക്കെ പ്രശ്നം നിങ്ങൾക്കുണ്ട് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഏത് പ്രോബ്ലം ആണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? ഏത് പ്രോബ്ലമാണ് നിങ്ങൾക്കുള്ളത്? ഓക്കെ, നസ്രീൻ പറയുന്നു ഓവർവെൽമെന്റ് സ്ട്രെസ്. ആ പ്രോബ്ലമാണ് ഉണ്ടായിരുന്നത്. അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ അന്ന് പഠിച്ചില്ലേ? ആ മെത്തേഡ് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാം. കൺസിസ്റ്റൻസി പ്രോബ്ലം ഉണ്ടായിരുന്നു പറഞ്ഞു. ആമീൻ. യെസ്, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും, ആ സെഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ. അപ്പൊ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. അതുപോലെ അടുത്തൊരു പ്രോബ്ലം ആയിരിക്കാം എന്ത്, ഇപ്പൊ കൺസിസ്റ്റൻസി പറഞ്ഞു. കൺസിസ്റ്റൻസിയുടെ പ്രശ്നത്തിന്റെ കാരണം ചിലപ്പോൾ കൺസിസ്റ്റൻസി മാത്രമായിരിക്കില്ല. ആ പ്രോബ്ലം അന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ഓവർവെൽമിങ് സ്ട്രെസ് ആവുന്നതുകൊണ്ടായിരിക്കാം കൺസിസ്റ്റൻസിയിലേക്ക് പോകുന്നത്.
അതും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ട്രോമ ഇഷ്യൂസ് ആയിരിക്കാം. പ്രൊക്കാസ്റ്റിനേഷൻ ആണെന്ന് പറഞ്ഞു, നീട്ടിവെക്കുന്ന സ്വഭാവമാണെന്ന് പറഞ്ഞു. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്? ഫിയർ ഓഫ് ഫെയിലിയർ കൊണ്ടായിരിക്കാം, ഓവർവെൽമിങ് സ്ട്രെസ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് എന്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് എന്താ വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണെന്ത്, പേഷ്യൻസ് ഇല്ലായ്മയായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് എന്താ സംഭവിക്കുക? പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിക്കുക? പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സ്പെക്ടിങ് ക്വിക്ക് റിസൾട്ട് ആൻഡ് ഫീലിംഗ് ഡിസ്കറേജ്ഡ് വെൻ പ്രോഗ്രസ് ഇസ് സ്ലോ. നമുക്ക് നമ്മൾ ഈ പ്രോഗ്രസ് നമുക്ക് റിസൾട്ട് വളരെ സ്ലോ ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പുരോഗതി കുറച്ച് സ്ലോ ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സ്ട്രെസ് വരും, കാര്യങ്ങൾ നടക്കുന്നില്ല. വി ആർ ബീങ് ഡിസ്കറേജ്ഡ്, റിസൾട്ട് കിട്ടുന്നില്ല ആൻഡ് വി ആർ നോട്ട് മോട്ടിവേറ്റഡ്. അവിടെ എന്താ വേണ്ടത്? കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ആ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ആ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങിത്തിരിക്കണം. അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ഓൺ ദ റിസൾട്ട്. ഡിസ്കറേജ് നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? യു ആർ ഫോക്കസിങ് ഓൺ ദ റിസൾട്ട്. നമ്മൾ എന്തുകൊണ്ട് റിസൾട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കരുത്. ഫോക്കസ് ഓൺ ദ ആക്ഷൻ, വാട്ട് യു ക്യാൻ ഡു. കാരണം റിസൾട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? നിങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം നിങ്ങൾക്ക് റിസൾട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് ആ റിസൾട്ടിന് കാരണമാകുന്ന ആക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. യെസ് ഓർ നോ? ആക്ഷൻസ് അല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ വൈ ആർ യു വറീഡ്? കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യത്തെക്കുറിച്ച് വറീഡ് ആയിട്ട് വിഷമിച്ചിട്ട് എന്ത് കാര്യം? അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ യുവർ ആക്ഷൻ. സോ ഫോക്കസ് ഓൺ ആക്ഷൻ. ആക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. സോ ആക്ഷനിൽ ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? സൊല്യൂഷൻ എന്താണ്? ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ജസ്റ്റ് ദ ഔട്ട്കം. ഔട്ട്കത്തിലേ ഫോക്കസ് ചെയ്യരുത്. ഔട്ട്കത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. ആ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക. എന്ത് ഞാൻ ഇപ്പോൾ പണിയെടുക്കണം, എന്ത് ഞാൻ ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കുക. ക്ഷമയില്ലെങ്കിൽ നടക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, എക്സാമ്പിൾ അല്ല ആക്ച്വലി ഇതൊരു റൂള് തന്നെയുണ്ട്. റൂൾ ഓഫ് 10,000 hours എന്ന് പറയും. 10,000 മണിക്കൂർ നിങ്ങളൊരു കാര്യം സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, 10,000 മണിക്കൂർ നിങ്ങൾ റൂൾ ഓഫ് 10,000 എന്നാ പറയാം, 10,000 hours. 10,000 മണിക്കൂർ നിങ്ങൾ ഒരു കാര്യം സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്, നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ മാസ്റ്ററി നേടിയിരിക്കും, അതിൽ നിങ്ങൾ അഗ്രഗണ്യനായിരിക്കും. 80 മണിക്കൂർ നിങ്ങൾ ഒരു കാര്യത്തിൽ, നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 80 മണിക്കൂർ നിങ്ങൾ ഇരുന്നൊരു കാര്യത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ബിൽഡ് ചെയ്യും? ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്യും. 80 മണിക്കൂറോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറി തുടങ്ങും. ആ 80 മണിക്കൂർ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഹാബിറ്റ് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഒരു 20 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൊമെൻറ്റം ബിൽഡ് ആവും. എന്താണ് മൊമെൻറ്റം? ഒരു ഓളം കിട്ടും, ഒരു 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 താളം കിട്ടും, അതിൻ്റെ ഒരു നാക്ക് കിട്ടിത്തുടങ്ങും, അതിൻ്റെ ഒരു ഫ്ലോ കിട്ടിത്തുടങ്ങും. ക്ലിയർ ആണോ? ആദ്യത്തെ 20 മണിക്കൂർ നിങ്ങളത് വെച്ചാൽ അതിലേക്ക് ഇങ്ങോട്ട് ഇരുന്നിട്ട് ഇമ്മേഴ്സ് ചെയ്യുക. ബ്രേക്ക് എടുക്കുക, 1 മണിക്കൂർ വർക്ക് ചെയ്യുക, ബ്രേക്ക് എടുക്കുക, 1 മണിക്കൂർ വർക്ക് ചെയ്യുക, ബ്രേക്ക് എടുക്കുക, 1 മണിക്കൂർ വർക്ക് ചെയ്യുക, 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, 1 മണിക്കൂർ വർക്ക് ചെയ്യുക. ലൈക്ക് യു ജസ്റ്റ് ഡു ദിസ്, ദെൻ യു ബിൽഡ് മൊമെൻറ്റം. മൊമെൻറ്റം എന്താണ്? അതിൻ്റെ ഒരു ഓളമാണ്. അത് നിങ്ങൾ 20 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, 80 മണിക്കൂറോളം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തായി? അതൊരു ഇറ്റ് ബിക്കേം എ ഹാബിറ്റ്, ഒരു ഹാബിറ്റായിട്ടാണ്. 1400 മണിക്കൂറോളം നിങ്ങൾ അതുമായിട്ട് എൻഗേജഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് സ്ട്രോങ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞു, നിങ്ങൾക്കത് ഫ്ലോ ആയിട്ട് വരും. 10,000 മണിക്കൂർ നിങ്ങളത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളതിലൊരു ജീനിയസ് ആയി മാറുമെന്ന് പറയും. നിങ്ങളതിലൊരു മാസ്റ്റർ നേടും. ഈ മണിക്കൂറുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടില്ല, പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ റിസൾട്ട്?
എടുക്കേണ്ട പണിയെടുക്കാതെ റിസൾട്ട് ചോദിക്കേ, കൂലി ചോദിക്കേ? യെസ് ഓർ നോ? എടുക്കേണ്ട പണി എടുക്കാതെ റിസൾട്ട് ചോദിക്കുന്നത് ശരിയാണോ? 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 അപ്പൊ നമ്മൾ നമ്മളോട് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ അർഹിക്കുന്ന റിസൾട്ട് എനിക്ക് ലഭിച്ചാൽ മതി. അതെ, സുബൈർ സാഹിബ് പറയുന്നു ഉടൻ പണം വേണം. ഉടൻ പണം കിട്ടും, ആ പ്രോഗ്രാമിൽ പോയാൽ മതി, നടക്കും. നമുക്ക് പണിയെടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് നമ്മളെന്താ വെച്ചാൽ പണിയെടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. അപ്പോൾ എടുക്കാത്ത പണിക്ക് റിസൾട്ട് ചോദിക്കണ്ട. ഡോണ്ട് എക്സ്പെക്ട് ദ റിസൾട്ട് ഫോർ ദ വർക്ക് യു ഡിഡ്ന്റ് ഡു. നിങ്ങൾ ചെയ്യാത്ത പണിക്ക് നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. ഡോണ്ട് എക്സ്പെക്ട് ദ റിസൾട്ട് ഫോർ ദ വർക്ക് യു ഡിഡ്ന്റ് ഡു. നിങ്ങൾ ചെയ്യാത്ത പണിക്ക് റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. സോ ഡു ദ വർക്ക്. ഫോക്കസ് ഓൺ ടേക്കിംഗ് ആക്ഷൻ. യു ഡിഡ്ന്റ് ഡു ഇറ്റ്. റിസൾട്ട് കിട്ടിയില്ലേ, നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പണിയെടുത്തിട്ടില്ല. പണിയെടുത്തിട്ടുണ്ട് സർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ശരിയായ രീതിയിൽ പണിയെടുത്തിട്ടില്ല, റിസൾട്ട് കിട്ടേണ്ട രീതിയിൽ എടുത്തിട്ടില്ല. സിമ്പിളാണ് ആൻസർ. ഇത് ഞാൻ പറയല്ലോ വേണ്ടത്, ഇത് നിങ്ങളോട് പറയേണ്ട വാക്കുകളാണ്. ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് എടുക്കേണ്ട രീതിയിൽ ഞാൻ പണിയെടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടാത്തത്. ദാറ്റ്സ് വൈ ഐ ആം സ്റ്റക്ക് ഹിയർ. ദാറ്റ്സ് വൈ ആൻഡ് ബി റെസ്പോൺസിബിൾ. റെസ്പോൺസിബിൾ ആവണം. ഞാൻ എടുക്കേണ്ട പണി എടുത്തില്ല, ഞാൻ ആ മാർക്കറ്റിംഗ് നടത്തിയിട്ടില്ല, എൻ്റെ സ്ഥാപനം എന്തുകൊണ്ട് ഗ്രോ ചെയ്യുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് വരുമാനമില്ല, എനിക്ക് എന്തുകൊണ്ട് സെയിൽസ് കുറവാണ്, എനിക്ക് എന്തുകൊണ്ട് ഇൻകം കുറവാണ്, എനിക്ക് എന്തുകൊണ്ട് ശമ്പളം കുറവാണ്, എനിക്ക് എന്തുകൊണ്ട് കൂലി കുറവാണ്, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല, ഞാൻ ഇംപ്രൂവ് ചെയ്തിട്ടില്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് നടത്തിയിട്ടില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തിട്ടില്ല, റിസർച്ച് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ പെർഫെക്റ്റ് ആവണം എന്ന് ചിന്തിച്ച് ഞാൻ അങ്ങനെ ചെയ്താലേ ചെയ്യുള്ളൂ, ഇങ്ങനെ ചെയ്താലേ ചെയ്യുള്ളൂ എന്നുള്ള പല ന്യായീകരണങ്ങളും കാര്യങ്ങളും പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ഒരു പണിയും എടുത്തിട്ടില്ല. എടുക്കാത്ത പണിക്ക് റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. That's what is happening. അതിൽ വേറെ വർത്താനൊന്നുമില്ല, സിമ്പിളാണ്. അവിടെ ഇങ്ങനെ പോത്തുപോലെ കടന്നാലേ, ആ ബെഡിൽ ഇങ്ങനെ കിടന്നാല്, അവിടെ ഇങ്ങനെ ഇരുന്നാല് എല്ലാം നടക്കും മോനെ, നടക്കും. എല്ലാം മുൻപിലേക്ക് ഒരു തളികയുടെ രൂപത്തിൽ വരും റിസൾട്ട്. എണീറ്റ് പോയിട്ട് പണിയെടുക്കടോ. മടിയനായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് പ്രായമായി, എനിക്ക് അതായി, എനിക്ക് ഇതായി, ഞാൻ പെണ്ണാണ്, ഞാനൊരു സ്ത്രീയല്ലേ, എൻ്റെ ഭർത്താവ് സമ്മതിക്കണ്ടേ, അവര് സമ്മതിക്കണ്ടേ, ഇവര് സമ്മതിക്കണ്ടേ, എനിക്ക് എക്സ്ക്യൂസിന്റെ കൊട്ട ഇറക്കണ്ട, ഞാൻ ഒറ്റക്കല്ലേ, എനിക്ക് ആരും ഇല്ലേ. ഇതെന്ത് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയോ? നമ്മൾ വളർന്നു വലുതായില്ലേ. ബി റെസ്പോൺസിബിൾ, ഗെറ്റ് അപ്പ്, ഗോ ആൻഡ് ഡു ഇറ്റ്. പണിയെടുത്താൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തായിരിക്കും, എനിക്ക് ഇത്ര മതി, എനിക്ക് ഇത്ര കിട്ടുള്ളൂ, ഞാൻ ഇത്ര പണിയെടുത്തുള്ളൂ, അതിൽ മിണ്ടാണ്ടിരിക്കുക, വേറെ വാ തുറക്കാൻ പാടില്ല, പരാതി പറയാൻ പാടില്ല. ഞാൻ എത്ര പണിയെടുത്തിട്ടുള്ളൂ, എനിക്ക് ഇത്ര കിട്ടുള്ളൂ, ദാറ്റ്സ് എനഫ്, ഐ ആം ഹാപ്പി. അത് വേറൊരു ന്യായീകരണം. എനിക്കിത് മതി, ഇത് മതി എന്നാണ് പറയുന്നത്. എനിക്കിത്ര മതി, എനിക്കിത് മതി. എന്താ കാര്യം? പണിയെടുക്കാൻ മടിയാണ്, പേടിയാണ്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും. ഇതിന്റെ പേരിലല്ലേ പണിയെടുക്കാത്തത്. ആ വീഡിയോ ചെയ്യാത്തത് എപ്പോഴും അതല്ലേ, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യാത്തത്, യൂട്യൂബിൽ വീഡിയോ ചെയ്യാത്തത്. നിങ്ങൾക്കറിയാം വീഡിയോ ചെയ്യണം, നിങ്ങൾക്കറിയാം പേഴ്സണൽ ബ്രാൻഡിങ് നടത്തണം, നിങ്ങൾക്കറിയാം ബുക്ക് എഴുതണം, നിങ്ങൾക്കറിയാം പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത്. വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്? ബിക്കോസ് യു ആർ സോ ബ്ലഡി ഭീരുവാണ്. 30 ആൾക്കാരുടെ നിങ്ങളുടെ ലൈഫിൽ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചു കൂട്ടുന്ന പേടി, ആ പേടി മാത്രമാണ്, ഭീരുവാണ്, വേറെ ഒന്നുമല്ല. മേ ബി അതായിരിക്കാം. ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഞാനിങ്ങനെ പറഞ്ഞു പോവാ, അതിൻ്റെ ഇടയിൽ കൊള്ളുന്നവർക്ക് കൊള്ളും. ആ കൊള്ളുന്നവർക്ക് കൊണ്ടു കഴിഞ്ഞാൽ അമ്മ റെഡിയോ. മനസ്സിലാവുന്നുണ്ടോ? അത് കൊള്ളണം.
ചില സമയത്ത് എന്താ വെച്ചാൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാം റെഡിയാവും. എല്ലാം റെഡിയാവും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി, എല്ലാം റെഡിയാവും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഈ സാധനം മാത്രം ചിലപ്പോൾ മതിയാവില്ല. ചില സമയത്ത് പിടിച്ചിങ്ങോട്ട് കുലുക്കണം. അപ്പോഴേ തെളിവുള്ളൂ, ശരിയാണ്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. മനസ്സിലാവുന്നില്ല? യു നീഡ് സംടൈംസ് യു നീഡ് ഷേക്കിംഗ്. ഡു യു അഗ്രി വിത്ത് മീ? യെസ് ഓർ നോ? ശരിയാണോ? ഡു യു അഗ്രി വിത്ത് മീ? ഇഫ് യു അഗ്രി വിത്ത് മീ ജസ്റ്റ് കമന്റ് ഡൗൺ യെസ്. വേണം. സംടൈംസ് യു നീഡ് ദാറ്റ്. രണ്ടിന്റെയും ബാലൻസ് ആണ് വേണ്ടത്. സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യണം. ചില നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ട് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ പിടിച്ചിങ്ങോട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കൊണ്ടെടുക്കും. നമ്മൾ ഏത് സംഗതി നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് മാറുന്ന ഒരവസ്ഥ, നമുക്കൊരു ലിമിറ്റായി മാറാൻ പാടില്ല. ഇടയ്ക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഒന്ന് നന്നായിട്ടൊന്ന് നോക്കണം. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകെട്ടായിരിക്കും നിങ്ങളുടെ പ്രശ്നം. ഐ ഡോണ്ട് നോ. ചേഞ്ച് യുവർ സർക്കിൾ. കഴിഞ്ഞ ദിവസം സെഷനിൽ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള സർക്കിൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തിട്ട് വരണം. വി ഹാവ് ടു കം ബാക്ക്. ആ ഒരു ലെവലിൽ. അപ്പോൾ പേഷ്യൻസ് ഇല്ലാതിരിക്കരുത്. പണിയെടുക്കുക. എടുത്താൽ പണിക്ക് കിട്ടും, ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ 3-3.5 കൊല്ലം. 3.5 കൊല്ലം ശരിക്കും കഷ്ടപ്പാടായിരുന്നു. 4 തവണ എൻ്റെ ഓഫീസ് പൂട്ടിപ്പോയിട്ടുണ്ട്. ഈ ട്രെയിനിങ് ആൻഡ് കോച്ചിങ് എന്ന് പറയുന്ന സ്ഥാപനം, ഞാൻ പഠിപ്പിക്കുന്നത് സക്സസും എനിക്കുള്ളത് മൊത്തം പരാജയം. അതായിരുന്നു എൻ്റെ അവസ്ഥ. കാണുന്നവരൊക്കെ എന്ന് വെച്ചാൽ എന്നെ ചിരിച്ചു കളിയാക്കുന്ന അവസ്ഥയായിരുന്നു. അവനോ മറ്റേ പറഞ്ഞു നടക്കുന്നത് സക്സസിനെ കുറിച്ചും മോട്ടിവേഷനെ കുറിച്ചും. അവൻ്റെ കഥ എന്താ? അവൻ്റെ അവസ്ഥ എന്താ? അപ്പം എന്താ വേണ്ടത് വെച്ചാൽ 4 പ്രാവശ്യം അത് പൂട്ടിപ്പോയി. അങ്ങനെ പൂട്ടിപ്പോയപ്പം പക്ഷെ 3.5 വർഷം ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് പിടിച്ചു നിന്നത്? ഞാൻ എന്നോട് ഒരൊറ്റ ഡയലോഗാണ് പറഞ്ഞു. എൻ്റെ ഇന്റേണൽ ഡയലോഗ് ഇതായിരുന്നു, ഷാഫി, അതാണ് അടുത്തത്. റൂൾ ഓഫ് 7 years എഴുതി വെച്ച റൂൾ ഓഫ് 7 years. ഞാൻ അപ്ലൈ ചെയ്ത സാധനം അതാണ്. ഞാൻ ബിലീവ് ചെയ്ത സാധനം. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് റൂൾ ഓഫ് 7 years. നിങ്ങൾ 7 വർഷം സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ 7 years നിങ്ങൾ സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് സക്സസ്. നിങ്ങൾക്ക് വിജയം ഉണ്ടാവും, ഉറപ്പാണ്, ഒരു സംശയമില്ല. 7 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് സക്സസ്. യു വിൽ ബിക്കം ഫേമസ്. നിങ്ങൾ ഫേമസ് ആയിട്ട് മാറും. നിങ്ങൾ നല്ല കഴിവുള്ള ആളായി മാറും, ടാലന്റഡ് ആയിട്ട് മാറും. നിങ്ങൾക്ക് ഭയങ്കര റെപ്യൂട്ടേഷൻ ഉണ്ടാവും. നിങ്ങൾ ആ മേഖലയിൽ ജീനിയസ് ആണ്, എക്സ്പേർട്ട് ആണെന്നുള്ളത് ആൾക്കാർ പറഞ്ഞു തുടങ്ങും 7 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ആ 7 വർഷം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3.5 തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. അത് തന്നെയാണ് എനിക്കും സംഭവിച്ചത്. 3.5 വർഷം 4 വർഷം ആകുമ്പോഴേക്കും നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാനുള്ളതാണ്, ഒരുപാട് പരാജയങ്ങൾ വരാനുള്ളതാണ്, നിങ്ങളുടെ ഒരുപാട് എനർജി വേസ്റ്റ് ആവാനുള്ളതാണ്, ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കും ആദ്യത്തെ 2 വർഷം. നിങ്ങൾ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് ആദ്യത്തെ 2 വർഷം ആയിട്ടുള്ളൂ എങ്കിൽ യു ലൂസ് ലോട്ട് ഓഫ് മണി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് റെഡി ആയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റെഡിയായി വന്നിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കുറേശ്ശെ നിങ്ങൾക്ക് അതിൻ്റെ നാക്ക് മനസ്സിലാവും. അങ്ങനെ ചെറിയ സക്സസ് ഉണ്ടാക്കിയെടുക്കും. അതാണ് എന്താ വെച്ചാൽ 3.5 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത്യാവശ്യമൊക്കെ മിസ്റ്റേക്സുകളൊക്കെ വരുത്തിയിട്ട് ചെറുതായിട്ടൊരു ട്രാക്ക്, ഒരു ഐഡിയ കിട്ടും. സെക്കൻഡ് 2 years 4 വർഷം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും? പതിയെ നിങ്ങളത് ആ കാര്യങ്ങളിൽ ഒരു ട്രാക്ക് കിട്ടി നിങ്ങൾക്ക് വരും. പതിയെ റിസൾട്ട് തുടങ്ങും. ആ റിസൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു 6 വർഷം കഴിയുമ്പോൾ, 5 മുതൽ 6 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ അതിലെന്ത് ചെയ്യും? അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പൈസ ഉണ്ടാക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തായി മാറും? ഒരു 7 വർഷം 6-7 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? അതിലെ ഏറ്റവും മാക്സിമം പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈമിങ്ങിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നോ ഡൗട്ട് ഹ്യൂജ് സക്സസിലേക്ക് നിങ്ങൾ പോകും. ടൈമിങ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. അതൊരു ലെഗ് ഫാക്ടറാണ്. ലെഗ് ഫാക്ടർ എന്ന് ഞാൻ പറയില്ല, പക്ഷേ പൊതുവെ അതൊരു ലെഗ് ഫാക്ടർ ആയിട്ടാണ് എല്ലാവരും പറയുക. ആ റൈറ്റ് ടൈമിങ്ങുകളും കൂടെ എത്തിക്കിട്ടുക എന്നുള്ളത്. അല്ലെങ്കിൽ ടൈം വരുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രിപ്പയർഡ് ആയിരിക്കണം. സോ രചന ഫാറൂഖ് പറയുന്നു, ഞാൻ 5 years ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. 5 years സ്ട്രഗിൾ ചെയ്ത് വരുന്നു, ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം എ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ. വെരി ഗുഡ് രചന. എന്താ വെച്ചാൽ 5 years ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്, റൈറ്റ്? 5 years ആയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഠിച്ചില്ലേ? ചില ആൾക്കാർ എന്താ വെച്ചാൽ ഒരുപാട് ടൈം എടുത്തായിരിക്കും പഠിക്കുക.
മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നന്നായിട്ട് എന്ത് ചെയ്യണം? അവെയർ ആവുക. മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് അവെയർ ആകണം. നമ്മുടെ മിസ്റ്റേക്സുകൾ എന്താണ്, ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള കടുത്ത തീരുമാനം എടുക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിലൊക്കെ എന്താ വെച്ചാൽ ഇമോഷൻസ് ആണ് പലപ്പോഴും പലർക്കും പ്രശ്നം. ഇമോഷണൽ മൈൻഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ലോജിക്കൽ മൈൻഡ് തന്നെ വേണം. അപ്പോൾ നല്ല ലോജിക്കൽ മൈൻഡ് നമ്മൾ സ്വയം ട്രെയിൻ ചെയ്യണം. ചില ആൾക്കാർക്ക് അത് ട്രെയിൻ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. സ്വയം ട്രെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, റിയാക്റ്റീവ് മോഡിലാണെന്നുണ്ടെങ്കിൽ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്ന് പറഞ്ഞ അവസ്ഥ, ആ ചൊറിഞ്ഞ് അറിഞ്ഞ് അങ്ങനെ പഠിക്കും. അറിഞ്ഞ് പഠിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ കണ്ടറിഞ്ഞ് പഠിക്കണം, മുൻകൂട്ടി കണ്ടറിഞ്ഞിട്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം ചുരുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംഗതി എന്താ വെച്ചാൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്തിട്ട് ആ മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ ആ ടൈം എടുക്കും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ റൂൾ ഓഫ് 7 years. ഞാൻ എന്നോട് പറഞ്ഞത് ഷാഫി, റിസൾട്ട് കിട്ടുന്നില്ല. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, റിസൾട്ട് കിട്ടുന്നില്ല. ഞാൻ ആകെ ഡൗൺ ആയി. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ഷാഫി 7 years നീ പണിയെടുക്കും, എന്നിട്ട് നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ നിർത്തിപ്പിക്കും. നീ വിചാരിച്ച പൊസിഷനിലേക്ക് നീ എത്തിയില്ലെങ്കിൽ നിർത്തിപ്പിക്കും. പക്ഷേ 3.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും തന്നെ എന്ത് സംഭവിച്ചു? ഗോ. എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ ട്രെയിനർ ആവണമെന്നായിരുന്നു. 10 വർഷമായിരുന്നു ഞാൻ അതിന് സെറ്റ് ചെയ്ത ഗോള്. പക്ഷേ ചെറിയ രീതിയിലുള്ള റിസൾട്ടെങ്കിലും എനിക്ക് കാണുന്നുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല 3.5 വർഷം. പക്ഷെ 3.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ റിസൾട്ട് വന്നു. ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റി, പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റി. And that's what happened. That's what is a turning point. അതായിരുന്നു ബ്രേക്ക്. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ടൈം എടുക്കും എന്നുള്ള റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എഴുതി വെച്ചോ. മോസ്റ്റ് പീപ്പിൾ മേക്ക് ദിസ് മിസ്റ്റേക്ക്. അതായത് they underestimate what they can do in 5 years and 10 years, and they overestimate what they can do in 6 months. ഈ അധികം ആൾക്കാരും മേക്ക് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഇതാണ്. അധികം ആൾക്കാരും 6 മാസത്തിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം, എഴുതി വെച്ചു, 6 മാസത്തിനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം എന്ന് എന്ത് ചെയ്യുന്നു, അമിത പ്രതീക്ഷ വെക്കുന്നു. എന്നിട്ട് 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറച്ച് കാണുന്നു. അതിന് പ്രാധാന്യം കൊടുക്കില്ല. They underestimate what they can do in 5 years and 10 years. 10 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, 5 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് ലോങ് ടേമിൽ അവർ തിങ്ക് ചെയ്യുന്നില്ല. ദർ ഇസ് സംതിങ് കോൾഡ് കോമ്പൗണ്ട് എഫക്റ്റ്. നമ്മളിപ്പം ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയ സംഗതികളാണെങ്കിലും കുറേശ്ശെ ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ദർ ഈസ് എ പ്രോഗ്രസ് ഹാപ്പനിങ്. നമ്മൾ ചെറുതായിട്ട് മാറി ഇമ്പ്രൂവ് ആയി എന്ത് ചെയ്യും, മാറി വരും. നിങ്ങൾ 2 years കഴിയുമ്പോഴേക്കും നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആണ്. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 365 days 365 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യും, എഫേർട്ട് ഇടുക. യു ആർ എ ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ. പറഞ്ഞോ 1% ഇംപ്രൂവ്മെന്റ് ഇൻ എ ഡേ. ഓരോ ദിവസവും പെർ ഡേ 1% ഇംപ്രൂവ്മെന്റിലേക്ക് വരിക. 365% ഇംപ്രൂവ്മെന്റ് ആവില്ലേ? 365% മാറൂലേ? 100% മാറുന്ന നിങ്ങൾ കംപ്ലീറ്റ്ലി മാറുന്ന ഒരവസ്ഥയിലേക്ക്. സോ ഫോക്കസ് ഓൺ ദി പ്രോസസ്, നോട്ട് ജസ്റ്റ് ദി ഔട്ട്കം. ബ്രേക്ക് ഗോൾസ് ഇൻടു സ്മോളർ. നമ്മൾ വീണ്ടും പറയുന്നു, സ്മോളർ ഗോൾസ് ആയിട്ട് എന്ത് ചെയ്യണം, ഗോൾസിനെ ചെറുതാക്കണം. ആൻഡ് അച്ചീവബിൾ മൈൽസ്റ്റോൺസ് സെലിബ്രേറ്റ് പ്രോഗ്രസ് അലോങ് ദി വേ. ചെറിയ സെലിബ്രേഷൻ, ചെറിയ പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യണം, along the way നമ്മൾ എന്ത് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം. And cultivate patience by reminding yourself that success takes time and consistent effort. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മളോട് എന്താ വെച്ചാൽ പേഷ്യൻസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. ടൈം എടുക്കും. നമ്മളോട് പറയാം ടൈം എടുക്കും. ഓക്കെ, ആ ടൈം എടുക്കുന്നതിനെ കുറിച്ച് പറയാം. നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡിസ്ട്രാക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് പ്രയോറിറ്റൈസേഷൻ. ഇതാണ് നാളെ നമുക്ക് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. So what's today's session? Patience. ഡെവലപ്പ് ചെയ്യേണ്ട സാധനമല്ലേ, നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട. റിസൾട്ട് കിട്ടുന്നില്ല ഈ ചിന്താഗതി പാടില്ല. ഫോക്കസ് ഓൺ ദ ടാസ്ക്. ഫോക്കസ് ഓൺ ദ പ്രോസസ്. ഫോക്കസ് ഓൺ ദ ആക്ഷൻ. ആക്ഷനിൽ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് റിസൾട്ടിൽ നിന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. പണിയെടുക്കും.
പണിയെടുക്കുന്നതിന് ശമ്പളം കിട്ടും, റിസൾട്ട് കിട്ടും, വരുമാനം ലഭിക്കും, വിജയം ലഭിക്കും. ഡോണ്ട് വറി about the result. For that, you didn't take any action. പണിയെടുക്കാത്ത, ജോലി ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിൽ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കരുത്. അതിൻ്റെ റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ഓൺ യുവർ ടാസ്ക്, വാട്ട് യു ക്യാൻ ഡു. ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നമ്മളോട് പറയുക പണി ടൈം എടുക്കും, 7 വർഷം എടുക്കും. 7 വർഷം, ചില ആൾക്കാർ ചിന്തിക്കും 7 വർഷം 7 വർഷം എടുക്കുക, എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൽ സ്റ്റോൺ ആക്കി മാറ്റി വെക്കുക. എന്താ മൈൽ സ്റ്റോൺ? phase 1, phase 2, phase 3 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് പണിയെടുക്കുക. ഫോക്കസ് ഓൺ ദ ടാസ്ക്. വേറെ വഴിയൊന്നുമില്ല. എഴുതി വെക്കുക, പണിയെടുക്കുക, തീർക്കുക. സ്ലോലി നിങ്ങൾ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്ത് വരും. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. 23-ാം തീയതി നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം, അടുത്ത ബാച്ച്. അതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. 30 days പ്രോഗ്രാം ഉണ്ട്, 45 days പ്രോഗ്രാം ഉണ്ട്, 60 days പ്രോഗ്രാം ഉണ്ട്. ഏത് പാക്കേജ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രീമിയം പാക്കേജാണ് ഒന്ന് സിൽവർ ആണ്, സിൽവർ കാറ്റഗറിയിൽ വരുന്നതാണ് ഒന്ന് ഗോൾഡ് കാറ്റഗറിയിൽ വരുന്നതാണ്, ഒന്ന് പ്ലാറ്റിനം കാറ്റഗറിയിൽ വരുന്നതാണ്. സോ 3 പാക്കേജ് സർവീസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. സോ ടേക്ക് ദാറ്റ്. ക്ലയൻറ്റ് നമ്മുടെ കോഴ്സ് കൗൺസിലേഴ്സുമായിട്ട് സംസാരിക്കുക. പിന്നെ സൗജന്യമായിട്ടുള്ള കൗൺസിലിംഗ് നമ്മൾ നൽകുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാം. നമ്മുടെ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. കൗൺസിലേഴ്സ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ വറീഡാവുണ്ട്, നിങ്ങൾക്കത് എന്ത് ചെയ്യാം, അത് ഉപയോഗപ്പെടുത്താം. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അഡ്മിനായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ദേ വിൽ ഗൈഡ് യു. ഓക്കെ, ഇന്നത്തെ സെഷനോട് അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. See you tomorrow. Have a great day. Thank you. Thank you, sir. Okay. Muslim Thank you, sir. Thank you so much. എന്നാണ് ഓഫ്ലൈൻ ക്ലാസ് വരുന്നത്? കോഴിക്കോട് വെച്ച് നടക്കുന്നത്. അത് വരുന്നുണ്ടാവും, നമ്മൾ അറിയിക്കാം. ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, അറിയിക്കാം. Thank you, sir. Thank you very much. Thank you very much. Have a great day.